സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു? ആലോചിക്കുകയാണെങ്കിൽ ആദ്യ ചിഹ്നം കൈപ്പത്തി അല്ലാതെ അവർക്ക് ഏത് ചിഹ്നം ഉണ്ട്? അവർക്ക് കൈപ്പത്തി പിന്നെ വന്നാണ്. പശുക്കുട്ടികളാവും. ചെറുക്ക രണ്ടില്ല. നൂല് നോക്കുന്ന ചർക്ക. കുരുവി കൂടുക. ആദ്യ അവരാ ചിഹ്നമാണ് കാള. അതാണ് കാള കോൺഗ്രസ്. നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPCS ഗ്ലോബലാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. IPCS ഗ്ലോബൽ നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കല്ലറയിലാണ്. കല്ലറയിൽ വിപ്ലവം പിറന്ന ഒരു നാട് കൂടിയാണ്. പണ്ട് തിരുവിതാംകൂർ ദിവാനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടന്ന് നിരവധി ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. അപ്പോൾ ആദ്യ അവസരം ലഭിച്ചിരിക്കുന്ന അണ്ണൻ്റെ പേര് നവാസ്. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കൈവശം ആറ്റിങ്ങൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന IPCS ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകിക്കഴിഞ്ഞാൽ സമ്മാനം ലഭിക്കും. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതായിരുന്നു? തെരഞ്ഞെടുപ്പ് അല്ലാതെ കൈപ്പത്തി അല്ലാതെ അവർക്ക് ഏത് ചിഹ്നം ഉണ്ട്? അവർക്ക് സ്വന്തം അത് പശുക്കുട്ടികളാവും. പശുക്കുട്ടിയും കിടാവും അല്ല, കൈപ്പത്തി ഇപ്പോഴത്തെയാണ്, ആദ്യത്തെ അല്ല. അപ്പോൾ എന്തായാലും ഇവിടെ മറ്റാരെങ്കിലും പറയുന്നോ? IPCS ഗ്ലോബൽ നൽകുന്ന മനോഹരമായ ഒരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? ചർക്കയല്ല, മറ്റൊരു ചിഹ്നമാണ്. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തി അല്ലല്ലേ? ദേശീയ പതാകയിൽ അല്ല. ആദ്യ ചിഹ്നം ഞാനിപ്പം മറന്നും പോയല്ലേ. ആലോചിക്കുകയാണെങ്കിൽ ആദ്യ ചിഹ്നം കൈപ്പത്തി പിന്നെ വന്നാണ്. അപ്പോൾ അപ്പുറത്ത് ആരുടെ ചോദിക്കട്ടെ? ചോദിക്കട്ടെ. കൈപ്പത്തി രണ്ടില്ല. ജയലളിത രണ്ടിലല്ല, കൈപ്പത്തി ഇപ്പോഴത്തെ ചിഹ്നമാണ്. നേരത്തെ ആലോചിക്കാൻ സമയമെടുത്താണ് വീണ്ടും ഉത്തരവുമായിട്ട് എത്തിയിട്ടുണ്ട്. എന്താണ് ആദ്യത്തെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം? കാളയല്ല, മറ്റൊരു ചിഹ്നമാണ്. പശുവും കുട്ടിയല്ല, അതിനു മുമ്പൊരു ചിഹ്നം ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? ആദ്യ തിരഞ്ഞെടുപ്പ് ചിഹ്നം ഈ ചർക്ക. അതെ, നൂല് നോക്കുന്ന ചർക്ക. അദ്ദേഹം പറയും. അറിയില്ല. പതാക അതുപോലത്തെ ഒരു ഇതല്ലായിരുന്നോ? അതാണ് കറക്റ്റ് പറയാൻ അറിയില്ല. പതാക ഒരു പോലെ കളറുള്ള ചിഹ്നമായിരുന്നു. നൂല് നെയ്യുന്ന ചർക്ക്. ഗാന്ധിജി നൂല് നെയ്യുന്നുണ്ട്. സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്തായിരുന്നു? ചർക്കയായിരുന്നു. അതാണ് പശുവും കിടാവ് പിന്നെ വന്നത്. അതിനുശേഷമാണ് കൈപ്പത്തി വന്നത്. അപ്പോൾ ഇത് രണ്ടും കോൺഗ്രസിൻ്റെ ചിഹ്നമായിരുന്നു. എന്നാൽ യഥാർത്ഥ ഉത്തരം അതല്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ മാമ നമ്മളൊരു ചോദ്യത്തിന് മക്ക മദീന എന്ന് പറഞ്ഞ് വൈറലായ ഒരു മാമയാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം
നുകമേന്തിയ കാളയാണ്. ആദ്യകാലത്ത് 1952 ആദ്യത്തെ രാജ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ചിഹ്നം നുകമേന്തിയ കാളയായിരുന്നു. അന്ന് ഈ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് നമ്മളെ ഇന്ത്യയിൽ 18% സാക്ഷരത. കൂടുതൽ ആൾക്കാർക്കും ഈ സ്ഥാനാർത്ഥിയുടെ പേര് വായിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ചിഹ്നം കൊടുത്തത്. അപ്പോൾ 1952 തിരഞ്ഞെടുപ്പിൽ പൂട്ടിയ കാളയെന്നും നുകമേന്തിയ കാളകളെന്നും അറിയപ്പെടുന്ന ആ ചിഹ്നത്തിലാണ് കോൺഗ്രസ് ആദ്യമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് രാജ്യത്തെ പകുതി വോട്ടോളം നേടി കോൺഗ്രസ് നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരത്തിലെത്തുകയായിരുന്നു. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുടെ ആയിട്ടുള്ള തർക്കത്തെ തുടർന്ന് കോൺഗ്രസ് പിളർന്നതിന് ശേഷമാണ് പിന്നീട് ഇന്നത്തെ കൈപ്പത്തി ചിഹ്നം കോൺഗ്രസ്സിന് ലഭിച്ചത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.